വിശപ്പിന്റെ വിളിയിലും മാറാവ്യാധികളുടെ ദുരിതങ്ങളിലും ക്ലേശങ്ങൾ മറന്ന് മനസമാധാനം മാത്രം നിലനിന്നിരുന്ന ഒരു കാലം. അമിനി ദ്വീപിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഭീതി വളർത്തുന്ന പ്രവർത്തനങ്ങളുമായി പറങ്കികൾ വന്നിറങ്ങി. ആ അക്രമികളെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിച്ചിരുന്ന നിസ്സഹായരായ ജനങ്ങളിലേക്ക് ഖ്വാലി അബൂബക്കർ രക്ഷാകവാടം തുറന്നുകൊടുത്തു. അദ്ദേഹം പറങ്കികളെ എങ്ങനെ നേരിട്ടുവെന്ന് ചരിത്രം പറയുന്നത് നമുക്ക് നോക്കാം. പണ്ടത്തെ കാക്കമാർ പാടി കേട്ടുള്ള കഥ നിങ്ങ മറന്നു പോയി. പോരീഷയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പണ്ടത്തെ കാക്കമാർ പാടി കേട്ടുള്ള കഥ നിങ്ങ മറന്നു പോയി. പോരീഷയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പാവങ്ങളായി കഴിഞ്ഞൊരു കാലത്ത് പായ്ക്കപ്പലോടി നടന്ന സമാനത്ത് പരിക്കകളില്ലാതെ പോലൊരു നേരത്ത് പറങ്കിപ്പട വന്ന് ബേജാറിലാക്കേലി. അന്നും പണ്ടോ എടുത്തില്ലയോ നമ്മ പെണ്ണികളെ മാനവും പോക്കിയേ അപ്പ. ആയുധമില്ലടരാടാൻ ബതിലൊന്നും കണ്ടില്ല. പീരങ്കിപ്പടയാണ് മുന്നിൽ നിരന്നത്. പുരുഷന്മാരുള്ളായോ മുന്നിട്ട് നിന്നില്ലേ കുശിരോടെ. പണ്ടത്തെ കാക്കമാർ പാടി കേട്ടുള്ള കഥ നിങ്ങ മറന്നു പോയി. പോരീഷയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. മുക്തിയാർ അബൂബക്കർ ഖാലിയും കൂട്ടരും പോർച്ചുഗൽ പടയെ വീരുന്നിന്നറിയിച്ചു. സംഗതി അറിയാതെ കൊള്ളക്കാരണയുന്നു. പാമ്പിൻ വിഷം ചേർത്ത പാനീയം നൽകുന്നു. തൊട്ടുകൊടുത്തപ്പോൾ തീണ്ടുന്നു. ഉടനടി ശത്തോടും നീ അവർ വീഴുന്നു. കാലിച്ചുക്കുറുകളാൽ റബ്ബിനെ ഏറ്റം സ്തുതിക്കുന്നു. ശറഫാറ്റൽ ഖാലി ജയത്താൽ മടങ്ങുന്നു. സന്തോഷത്താൽ അവരും തക്ബീർ മുഴക്കുന്നു. പെരിയോരി പണ്ടത്തെ കാക്കമാർ പാടി കേട്ടുള്ള കഥ നിങ്ങ മറന്നു പോയി. പോരീഷയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പ്രതികാരം ചെയ്യാനായി കൊള്ളക്കാരണയുന്നു. പല വഴി നാട്ടുകാർ ഓടിയടുക്കുന്നു. പലകയും കല്ലും പെറുക്കിയെടുക്കുന്നു. ഖാലി അബൂബക്കർ മുന്നിലായി നിൽക്കുന്നു. പുണ്യനീതി പിന്നെ കാക്കുവാനങ്ങനെ അണിയായവർ കൈകൾ പോക്കുന്നു. അന്ന് തകൃതിയിൽ വികൃതം അടവുമെടുക്കുന്നു. ഖാലി ഷഹീദായി പോർമണ്ണിൽ വീഴുന്നു. തക്കവനെ അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കേണേ.